ലൂസിഡ് ട്രേഡിംഗിൽ എങ്ങനെ അക്കൗണ്ട് ഇവാലുവേഷൻ പർച്ചേസ് ചെയ്യാം, ഏത് ഇവാലുവേഷൻ പർച്ചേസ് ചെയ്യണം, ഡീറ്റെയിൽ ആയിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കണ്ടില്ല എന്നുണ്ടെങ്കിൽ 20 മിനിറ്റിന്റെ വീഡിയോ ആണ്, ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയൊരു എക്സ്പ്ലോറേഷൻ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് CFD എന്ന ഫ്യൂച്ചേഴ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ വ്യത്യാസം നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഒരുപാട് പ്ലാറ്റ്ഫോം കാര്യങ്ങൾ ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ഏതാണ് ചൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നുണ്ടാവും. അതേപോലെ നമുക്ക് ഇവിടെ ആ ഒരു ഇവാലുവേഷന്റെ കാര്യങ്ങൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, സൺഡേ ആയിരുന്നു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്റെ അക്കൗണ്ട് ആക്ടിവേഷൻസും കാര്യങ്ങളൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാൻ അവിടെ കാണാൻ വേണ്ടി പറ്റിയുള്ളത് മാർക്കറ്റ് ഓപ്പണിന് ശേഷം നമുക്ക് ക്രെഡൻഷ്യൽസും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ്. ഇന്ന് രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കിയ സമയത്ത് മൺഡേ ആണ്. അപ്പൊ അതിന്റെ ക്രെഡൻഷ്യൽസും കാര്യങ്ങളും കംപ്ലീറ്റ് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്ന പ്ലാറ്റ്ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, ട്രേഡ്സി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് ചൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ CFD-യിലാണെന്നുണ്ടെങ്കിൽ സി ട്രേഡർ ഉണ്ട്, മാച്ച് ട്രേഡർ ഉണ്ട്, MT5 ഉണ്ട്. ഞാൻ കൂടുതൽ MT5 മാച്ച് ട്രേഡറിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വരുത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിലായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. ഓക്കെ, അപ്പൊ ഒരുപാട് പ്ലാറ്റ്ഫോം കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമുക്ക് ട്രേഡിംഗ് വ്യൂ ഒന്ന് പ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഞാൻ കുറച്ച് റിസർച്ചും കാര്യങ്ങളും ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായിട്ട് കാര്യം വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുക ട്രേഡ്സി എന്ന് പറഞ്ഞിട്ട് പ്ലാറ്റ്ഫോമിലാണ്. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ക്രെഡൻഷ്യൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് നമുക്ക് എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടതെന്ന് കൂടി മനസ്സിലാക്കാം. ഓക്കെ, ആ ഒരു ട്രേഡ്സിയുടെ ഏരിയയിൽ ഞാനിപ്പോ ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് ഈ ഒരു പേജിലേക്കാണ് വരുന്ന കാണാൻ വേണ്ടി പറ്റുന്നത്. അതിനുശേഷം ആഡ് അക്കൗണ്ട് എന്നുള്ള ഈ ഒരു ഏരിയയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് ഫ്യൂച്ചേഴ്സ് പ്രോഫോമുകൾ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിൽ ഏതായിട്ടാണ് കണക്ട് ചെയ്യേണ്ടതെന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൂസിഡ് ട്രേഡിംഗ് എന്നുള്ള ഈ ഒരു ഏരിയയിൽ പോയിട്ട് കണക്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ യൂസർ നെയിം ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എൻവയോൺമെന്റ് സിമുലേഷൻ ആണ് കൊടുക്കേണ്ടത്. കൺഫേം നെയിം, ഞാനിവിടെ എന്റെ നെയിം ഒന്നും കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ക്രെഡൻഷ്യൽസ് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ടിക്കിന്റെ ഏരിയ ക്ലിക്ക് ചെയ്യാം, ശേഷം കണക്ട് കൊടുക്കാം. ചാർട്ടിലേക്ക് വരുത്താണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ MNQ മൈക്രോ ഇമനിയിലാണ് ഉള്ളത്. കുറച്ച് കാര്യം നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ ഗോൾഡിലെല്ലാം ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങനെ ഗോൾഡ് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്യൂച്ചേഴ്സ് ഗോൾഡിന്റെ നെയിം വരുന്നുണ്ടാകാം. ഫുൾ കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ GC എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകുക. MGC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോ ഗോൾഡ് ആയിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, നമ്മളെ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് നമുക്ക് റിസ്ക് മാനേജ്മെന്റിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു MGC സെലക്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉണ്ടാകുക. ഇവിടെ നമുക്ക് ബൈ ഉണ്ട്, സെല്ല് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ഏരിയാസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്നൊരു ബൈ ആൻഡ് സെല്ല് നോക്കാം. ഓക്കെ, ഇവിടുന്ന് ഒരു ബൈ എടുക്കുന്നുണ്ട് വിചാരിക്കാം. ഇവിടെ ബൈ പൊസിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ TP വെക്കുന്നു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഏരിയയിൽ സിമിലർ ഒരു SL വെക്കുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ റിയൽ ആയിട്ട് ട്രേഡ് എടുത്തതാണ്. ഓക്കെ, നമ്മുടെ പൊസിഷൻ എക്സിറ്റ് ആയിട്ടുണ്ട്. നൈസ് ആണ്. അതായത് ആ ഒരു സ്പ്രെഡ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. എത്ര ക്ലീൻ ആയിട്ടാണ് ആ ഒരു സ്പ്രെഡും കാര്യങ്ങളും ഇവിടെ ഉള്ളത്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി എടുത്ത ട്രേഡ് ആണ്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷൻ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്നതാണ്. ജസ്റ്റ് സ്കാൽപ്പിംഗ് അത് നോക്കണ്ട. ഞാൻ ജസ്റ്റ് ഇത് എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്തതാണ്. നിങ്ങൾ ഇതിന്റെ റിസ്ക് റിവാർഡോ കാര്യങ്ങളൊന്നും നോക്കണ്ട. ഓക്കെ, ഈ ഒരു ട്രേഡ് എക്സിറ്റ് ആവട്ടെ. ലൈവ് മാർക്കറ്റിൽ അക്കൗണ്ട് അവിടെ ലോസ് ക്ലോസ് ചെയ്യേണ്ട വെച്ചിട്ടാണ് ചെറിയൊരു ടാർഗറ്റ് വെച്ചിട്ടുള്ളത്. ഒന്ന് വെയിറ്റ് ചെയ്യാം, ഇത് എക്സിറ്റ് ആവട്ടെ. എന്നിട്ട് ഞാൻ ജസ്റ്റ് എന്താണ് ലോജിക്ക് എടുത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പം എക്സിറ്റ് ആവും. ജസ്റ്റ് ഒരു എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആണെന്ന് നോക്കിയതാണ്. ഓക്കെ, ജസ്റ്റ് സ്കാൽപ്പ് ചെയ്യുന്നു അങ്ങനത്തെ ഒന്നും അല്ല. ഇത് എങ്ങനെയാണ് ഇതിന്റെ വർക്ക്ഔട്ട്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ക്ലീൻ സ്പ്രെഡ് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി ഇതിന്റെ ജസ്റ്റ് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് തന്നെയാണ്. ഞാൻ നിങ്ങളെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളൊരു സംഭവം തന്നെയാണ് ഞാൻ ഇവിടെ നോക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം കിടിലനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ആ ഒരു ട്രേഡിംഗ് വ്യൂയിലേക്കെല്ലാം പോയിട്ട് ഡെമോ ട്രേഡ് ചെയ്യുന്ന ഒരു ഫീലാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഞാൻ ഒരു ബൈ പൊസിഷൻ എടുക്കണമെന്ന് വിചാരിക്കാം. ഈ ഒരു ഏരിയാസിൽ. ഓക്കെ, ഇവിടെ ആ ഒരു ബൈ പൊസിഷൻ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോർമലി നമ്മൾ ആ ലോങ് ആൻഡ് ഷോർട്ട് പൊസിഷന്റെ ടൂൾ ഈ ഒരു ഏരിയാസിലുള്ള സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കാൻ തീരുമാനിക്കുന്നത്. TP ഒരു 1:2 ഇവിടെ വെക്കാൻ തീരുമാനിക്കുന്നു. ഓക്കെ,
പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലെ. ഇപ്പൊ ലോട്ട് സൈസ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ആ ഒരു കോൺട്രാക്ട് ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്ന സമയത്ത്. അപ്പൊ ഏറ്റവും ഈസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലോങ് ആൻഡ് ഷോർട്ട് പോർഷൻ കാൽക്കുലേറ്റർ എടുക്കുക ഇവിടുന്ന്. ഞാനിപ്പോ ബൈ ആണ് നോക്കുന്നുണ്ടെങ്കിൽ ലോങ് എടുക്കും, ഷോർട്ട് ആണ് നോക്കുന്നുണ്ടെങ്കിൽ ഷോർട്ട് എടുക്കും, സെൽ ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് എടുക്കും. ഓക്കെ, അതിനുശേഷം നേരെ ഇത് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ലിമിറ്റ് ഓർഡർ കൊടുക്കുക. നിങ്ങൾക്ക് എത്ര റിസ്ക് ചെയ്യേണ്ടത്, ആ റിസ്ക് എമൗണ്ട്, റിസ്ക് USD ഇവിടെ കാണുന്നുണ്ടാവും, അതിവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പൊ 100 USD ഇവിടെ റിസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോ ഈ ഒരു ഏരിയാസിൽ നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള യൂണിറ്റ്, ഇപ്പൊ ഇവിടെ എനിക്ക് ഒരു 200 ആണ് റിസ്ക് ചെയ്യേണ്ടത് വിചാരിക്കാം. ഓക്കെ, അപ്പൊ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളെല്ലാം സെറ്റ് ആകുന്നുണ്ടാവും. ഇതാ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ലോട്ട് സീരീസ് ആയതുകൊണ്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. എങ്കിൽ പോലും ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. ഇവിടെ പ്ലേസ് ബൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ ക്ലിയർ ആവുന്നുണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു സെയിം ഏരിയ തന്നെ സ്റ്റോപ്പ് ലോസ്, അതേപോലെ തന്നെ TP നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഞാനിപ്പോ സിമിലർ ആയിട്ട് ചെയ്ത പോലെ തന്നെ. ഓക്കെ, ഞാൻ കുറച്ച് ട്രേഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് കട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലിമിറ്റ് ഓർഡറിന്റെ സംഭവം. ഓക്കെ, അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നത്. ബട്ട് എക്സ്പ്ലോർ എടുത്തോളം കാര്യം കുറച്ചും കൂടി എനിക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പൊസിഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ബട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ എനിക്ക് പഠിച്ചെടുക്കാനുണ്ട്. ഇവിടെ നമുക്ക് സ്കാൽപ്പിന്റെ ഓപ്ഷൻസ് ഉണ്ട്, ബൈ ആൻഡ് സെല്ല് ഫുൾ സ്ക്രീൻ ആക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഓർഡേഴ്സ് നമുക്ക് ഈ ഒരു ഏരിയയിൽ തന്നെ പോയിട്ട് ഓർഡേഴ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. എനിക്ക് പക്ഷെ കുറച്ചും കൂടി ആ ഒരു ഇഷ്ടപ്പെട്ടത് ആ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ബേസ് ചെയ്തിട്ടാണ്. കറക്റ്റ് ആയിട്ട് ആ ഒരു ഏകദേശം നമുക്ക് ആ ഒരു PNL കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഞാൻ കണ്ടായിരുന്നു വീഡിയോസിൽ. ഞാൻ ഒരുപാട് ഇതിന്റെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു വീഡിയോസിലേക്ക് പോയിട്ട്. അതേപോലെ തന്നെ നമുക്ക് ഫീച്ചേഴ്സ് ആയിട്ട് താഴെ ഈ ഒരു കോമ്പസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് PNL, വിൻ റേറ്റ്, പ്രോഫിറ്റ് ഫാക്ടർ, അതേപോലെ തന്നെ ആ ഒരു ദിവസത്തെ പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അനാലിസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഇതെന്തോ ഒരു AI സംഭവമാണ്. ഡിസ്കവർ ഓൾമോസ്റ്റ് നോക്കലാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചേഴ്സിൽ നമുക്ക് വളരെ ക്ലീൻ ആയിട്ട് പോർഷൻ സൈസ് എടുക്കാൻ വേണ്ടി പറ്റുന്ന ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതേപോലെ നിങ്ങൾക്ക് ആ ഒരു സ്പ്രെഡ് ഈ ഒരു ലൈവ് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും, എത്രത്തോളം അടിപൊളിയാണ് എന്നുള്ളത്. എത്ര ക്ലീൻ ആയിട്ട് നമുക്ക് ആ ഒരു ബൈ ആൻഡ് സെൽ എടുക്കാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ ഒരു എക്സിക്യൂഷൻ ബേസ് ചെയ്തിട്ട്. അതേപോലെ തന്നെ ഈ ഒരു MGC എന്താണ്, GC എന്താണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ ഞാൻ എന്താണ് ആ ഒരു MGC GC എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി തരുന്നുണ്ടാവും. ഓക്കെ, ഈ ഒരു GCയിലേക്ക് പോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺട്രാക്ട് സൈസ് കുറച്ചും കൂടി വലുതായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. നേരത്തെ പോലെയല്ല നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാകാം. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടുമായിട്ട് സിമിലർ ആയിട്ട് ഉള്ള ചാർട്ട് തന്നെയാണ് ഈ ഒരു GC ആയാലും അതേപോലെ തന്നെ MGC ആയാലും. നിങ്ങൾക്ക് അതേപോലെ തന്നെ അനാലിസിസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു ട്രേഡിംഗ് വ്യൂയിലേക്ക് പോയി ചെയ്യണമെന്നില്ല, ഇവിടെ വന്നിട്ടാണെങ്കിൽ നമുക്ക് അനാലിസും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, ജസ്റ്റ് ഈ ഒരു ഏരിയാസിൽ നമുക്ക് ആ ഒരു ഡ്രോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ചും കൂടി എക്സ്പ്ലോറേഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ട്രേഡ്സിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ചെയ്യുന്നുണ്ടാവും. ഇത് ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എത്ര ക്ലീൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന മനസ്സിലാക്കി തന്നൊരു വീഡിയോ ആണ്. നോക്കി അത്രേ ഉള്ളൂ. ഓക്കെ, ശരിക്കും ഫ്യൂച്ചേഴ്സ് ഇനി നമുക്ക് അക്കൗണ്ട് പാസ് ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കാനുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു EODയുടെ കാര്യം എപ്പോഴും മൈൻഡിൽ വെക്കാണ്ട് നോക്കുക. എൻഡ് ഓഫ് ദ ഡേ ഡ്രോ ഡൗൺ. കാരണം വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമ്മൾ ഹൈ റിസ്ക് എടുത്തിട്ടാണ്, ഞാൻ ഹൈ റിസ്ക് പ്ലാൻ ചെയ്യുന്നില്ല ഫസ്റ്റിൽ തന്നെ വന്നിട്ട് നെക്സ്റ്റ് അക്കൗണ്ടുകളിലാണ് ഹൈ റിസ്ക് പ്ലാൻ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള മൈൻഡ് സെറ്റിൽ എടുത്ത അക്കൗണ്ട് ആണ്. അതേപോലെ തന്നെ ഞാൻ കൂടുതലും ഗോൾഡിൽ ട്രേഡ് ചെയ്യാറില്ല, ഗോൾഡിലാണ് ട്രേഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു വോളിയത്തിന്റെ ആ ഒരു കാര്യങ്ങളും ബേസ് ചെയ്തുകൊണ്ടാണ്. ഞാൻ EURUSDയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ EURUSDയിൽ അത്രത്തോളം വോളിയം കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ എന്തായാലും അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും നെക്സ്റ്റ് വീഡിയോ കാണാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ജസ്റ്റ് ഒരു $70 നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ നോക്കാം. ഇൻ കേസ് പാസ് ആകാനാണെന്നുണ്ടെങ്കിൽ 5 ഡേയ്സ് ഒരു $150 ഉണ്ടാക്കലാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഓൾമോസ്റ്റ് $750 സംതിങ്. അതിന്റെ 90% പേ ഔട്ടും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി സിമ്പിൾ ആണ്. നോക്കാം ഇത് പാസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ള ഇതൊന്നും ഇല്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗോൾഡിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ബേസ് ചെയ്തുള്ള സ്ട്രാറ്റജിയോ കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട്
ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ കുറച്ചും കൂടി സ്കാൽപ്പിംഗ് ടൈപ്പ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ഒരു 1:1 എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്യുന്നത്. ഡെയിലി ഡ്രോ ഡൗണും കാര്യങ്ങള് അതേപോലെ തന്നെ പ്രോഫിറ്റ് ടാർഗറ്റ് മീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഡെയിലി ഒരു ഇത്ര എന്നുള്ള രീതിയിൽ. അതേപോലെ തന്നെ അക്കൗണ്ട് പാസ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഒരു ദിവസം $1500 വെച്ച് ഉണ്ടാക്കലാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് തന്നെ അക്കൗണ്ട് പാസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.